സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉരുവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മത്തായി വിവരിക്കുന്നതിനിടയിൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സദൂക്യരോടുമൊക്കെ യോഹന്നാൻ ഏതു വിധത്തിലാണ് ഇടപെട്ടത് എന്ന് വിശദീകരിക്കുകയാണ് മത്തായി. സാധാരണഗതിയിലെ നമ്മുടെ അടുത്ത് സ്നാനപ്പെടുവാനായി വരുന്നതായ ഒരു വ്യക്തിയോട് വളരെ മാന്യമായി സംസാരിച്ച് അവർ പിണങ്ങിപ്പിരിഞ്ഞു പോകാതിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്ത് പരമാവധി ആളുകളെ സ്നാനപ്പെടുത്താനാണ് നാം ശ്രമിക്കുക. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അങ്ങനെയല്ല ചെയ്തത്. തന്റെ അടുത്ത് സ്നാനപ്പെടുവാൻ വേണ്ടി പരീശന്മാരും സദൂക്യരും ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, അയ്യോ വലിയ വലിയ ആൾക്കാരൊക്കെ എന്റെ അടുത്തേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല ചെയ്തത്. മറിച്ച് അവരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ എന്തുകൊണ്ടാണ് ഇവരെ സർപ്പസന്തതി എന്ന് വിളിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാനെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനം എന്ന് പറയുന്നത് തികച്ചും യാദൃച്ഛികമായ ഒരു കാര്യമായി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല. ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവവചനത്തിൽ പ്രവചനമുള്ള ചുരുക്കം ചിലരുണ്ട്. ഒന്ന് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെയാണ് യോഹന്നാൻ സ്നാപകന്റെ കാര്യം. കർത്താവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി യോഹന്നാനെ ദൈവം അയക്കുമെന്നുള്ളത് യോഹന്നാൻ ജനിക്കുന്നതിന് നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാരിലൂടെ അറിയിച്ചതാണ്. അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് യോഹന്നാൻ വന്നത്. യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം നാം ചിന്തിച്ചു വരുന്ന വിഷയവുമായി അതിനെ നേരിട്ട് ബന്ധമൊന്നുമില്ല. ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. അതാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മാനസാന്തരമില്ലാത്തതായ ഒരു ദേശത്തേക്കാണ് യേശു കടന്നു വരുന്നത് എങ്കിൽ യഹോവയായ ദൈവം എന്ന നിലയ്ക്ക് യേശുവിന് ഈ ജനത്തോട് ക്ഷമിക്കാൻ പറ്റില്ല. ന്യായപ്രമാണം നിലനിൽക്കുന്ന കാലമാണ്. സംഹാര ശപഥം കൊണ്ട് അവരെ ദണ്ഡിപ്പിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ വന്നത്. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മത്തായി ഇവിടെ എടുത്തു പറയുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിനെ വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യെശയ്യാപ്രവാചകന് ഈ സംഭവത്തിന് ഏകദേശം 700 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. ഇതുപോലൊരാൾ വരും, പ്രവചിക്കുമെന്ന്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്, യോഹന്നാന്റെ ഈ വാക്ക് യെശയ്യാപ്രവാചകൻ കേട്ടിരുന്നു. കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നാണ് മരുഭൂമിയിൽ ഇവൻ വിളിച്ചു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ പ്രത്യേകത എന്താണ്, യോഹന്നാന്റെ വേഷം എന്താണ് എന്നൊക്കെ മത്തായി ഇവിടെ വിശദീകരിക്കുകയാണ്. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഒരു ഉടുപ്പ് ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയവനായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദിയ ദേശക്കാരുമൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ഊഷരഭൂമിയിലെ, ജനവാസമില്ലാത്ത ഭൂമിയിലെ മരുഭൂമിയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ പ്രസംഗിച്ചിരുന്നത്. യോഹന്നാന്റെ പ്രസംഗം എന്ന് പറയുന്നത് നല്ല വാക്ക് പറച്ചിലൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ജനങ്ങൾ യോഹന്നാനെ തിരക്കി അവിടെ എത്തി. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജനങ്ങളെ രസിപ്പിക്കുന്ന രൂപത്തില് ജനപ്രിയ പ്രസംഗകനായിരുന്നാൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കൂ എന്ന്. അങ്ങനത്തെ കുറെ പ്രസംഗകർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് ജനപ്രിയ പ്രസംഗകരെന്നാണ്. അതെന്തോന്നാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ദൈവാത്മാവിൽ നിറഞ്ഞു പ്രസംഗിക്കുന്ന ആർക്കും ജനപ്രിയ പ്രസംഗകരായിരിക്കാൻ പറ്റില്ല. പൗലോസ് ചോദിക്കുന്നു, ഞാന് ഇപ്പോൾ മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്? ഞാന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന്. കർത്താവായ യേശുവിന്റെ പ്രസംഗം ജനപ്രിയ പ്രസംഗമായിരുന്നില്ല. തിന്മയ്ക്കെതിരെയുള്ളതായ മേഘഗർജനമായിരുന്നു. അത് ഇടിവെട്ടുന്നത് പോലെയാണ് കർത്താവ് തിന്മയ്ക്കെതിരായിട്ട്, പാപത്തിനെതിരായിട്ട്, കപടഭക്തർക്കെതിരായിട്ട് ആഞ്ഞടിച്ചത്. യോഹന്നാന്റെ പ്രസംഗവും ഇതുപോലെ ജനപ്രിയ പ്രസംഗമായിരുന്നില്ല.
ദൈവദാസന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആരും തന്നെ ജനപ്രിയ പ്രസംഗം നടത്തിയില്ല. ജനങ്ങൾക്ക് എന്താണ് പ്രിയപ്പെടുന്നത്? അവരെ കുറ്റമൊന്നും പറയരുത്. നിങ്ങളെ ദൈവം ഇപ്പൊ അനുഗ്രഹിക്കുമെന്ന് പറയുക, വാലല്ല തലയാക്കുമെന്ന് പറയുക, വലിയ സന്തോഷമാകും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലെ കുറെ പ്രാസമൊക്കെ ഒപ്പിച്ച് ആ എന്ന് പറഞ്ഞ അക്ഷരം തുടങ്ങിയാൽ പിന്നെ അവസാനം വരെ ആ, കാ എന്നൊരക്ഷരത്തെ തുടങ്ങിയാല് അവസാനം വരെ ക, കർത്താവെന്നും കാര്യരുമ്പെന്നും കാളനെന്നും അങ്ങനെ കാ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന എത്ര വാക്ക് മലയാളത്തിലുണ്ടോ അതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക. അതുപോലെ ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ആ അക്ഷരം കൊണ്ട് ഒരു 250 വാക്ക് മാലപ്പടക്കം പോലെ അടിച്ചു വിടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെ രസമായിട്ട് തോന്നും. പിന്നെ വെറുതെ ചിരിക്കാൻ മാത്രം കൊള്ളാവുന്ന വിശേഷിച്ച് ഒരു അർത്ഥവുമില്ലാത്ത കുറെ തമാശകള് അതും കൂടെ പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാകും. പണ്ടേ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങടെ തിന്നിയാളുടെ പ്രസംഗം കൊണ്ട് വരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. എന്റെ പൊന്നു സാറേ ഭയങ്കര രസമാ, വാ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. രസിക്കാനാണെ പിന്നെ ഞാൻ വിഷമിച്ച് അവിടം വരെ വരുന്നത് എന്തിനാ? ടിവിക്കകത്ത് മിമിക്രി ഉണ്ടല്ലോ, അത് കണ്ടാൽ മതിയല്ലോ രസിക്കാൻ. അതുകൊണ്ട് രസിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം ആഴമായ വല്ല ദൈവവചനവും പറയുമായിരുന്നെങ്കിൽ അത് കേൾക്കാൻ പോവാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. വില കുറഞ്ഞ കുറെ തമാശകള് അത് കേൾക്കാൻ വേണ്ടി ഇത്ര വിഷമിച്ച് അവിടം വരെ വരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവവചന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വില കുറഞ്ഞ തമാശകൾ പറയുകയല്ല, ജനങ്ങളെ രസിപ്പിക്കുകയല്ല, ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുകയല്ല. സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്ന ആ രൂപത്തിലുള്ള പ്രസംഗം, സത്യം തുറന്നു പറയുന്ന പ്രസംഗം, പാപത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന പ്രസംഗം, ഇതാണ് ദൈവാത്മാവിലുള്ള പ്രസംഗം. അല്ലാതെ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നതല്ല. മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവനെ ദൈവത്തിന്റെ ദാസനായിരിക്കുവാൻ കഴിയുന്നതുമല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ദൈവദാസന്മാർ പ്രവൃത്തിയിലൂടെ കാണിച്ചതും അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി എടുത്തു പറഞ്ഞതുമായ കാര്യമാണ്. അങ്ങനെ യോഹന്നാന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ജനങ്ങൾ മരുഭൂമിയിൽ വന്നുകൂടി. മാത്രമല്ല, ഇവന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടായി. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അങ്ങനെ അനേകർ സ്നാനപ്പെട്ടു. യോഹന്നാൻ നോക്കുമ്പോൾ തന്റെ സ്നാനത്തിനായി പരീശന്മാരും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ എന്ന് ചോദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. വാസ്തവത്തിലെ ഈ യോഹന്നാന്റെ തന്റെ ഇടം അംഗീകരിച്ചേ മതിയാകൂ. പരീശന്മാരെന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഏറ്റവും വലിയ വിശുദ്ധന്മാരാണ്. സദൂക്യരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. അവര് ദേശത്ത് സ്വാധീനമുള്ളവരാണ്. അങ്ങനെ ഏറ്റവും അധികം സ്വാധീനമുള്ളതായ പുരോഹിതനും ആ കാലത്തെ ഏറ്റവും വലിയ ഭക്തന്മാരെന്ന് പറയുന്ന പരീശന്മാരും ഒക്കെയാണ് ഈ മരുഭൂമിയില് ഈ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും ധരിച്ച് തോൽവാറും കെട്ടി വെട്ടുക്കിളിയിൽ നിന്ന് കാട്ടുതേലിൽ നിന്നൊക്കെ ജീവിക്കുന്നതായ മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അടുത്തേക്ക് ഇവിടെയുള്ള ഒരു അച്ഛൻ സ്നാനപ്പെടാൻ വരുന്നു എന്നിരിക്കട്ടെ. അച്ഛൻ പറയാ, ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാല് നമ്മൾ അയാളുടെ നേരെ സർപ്പസന്തതി എന്ന് പറഞ്ഞ് പ്രവചിക്കുമോ, പ്രസംഗിക്കുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ മെത്രാന് നമ്മുടെ അടുത്ത് സുവിശേഷം കേൾക്കാൻ വന്നാല് മഹാഭാവി എന്ന് വിളിച്ചുകൊണ്ട് അയാളോട് പ്രസംഗിക്കുമോ? അങ്ങനെ ചെയ്യത്തില്ല. നമ്മള് വലിയവരാണ് വരുന്നത് എങ്കിൽ അവരുടെ പാപത്തെ നമ്മൾ തൊടാതെ, അവരെ പിണക്കാതെ, വളരെ സൂക്ഷിച്ച് പൊതിഞ്ഞു കെട്ടിയൊക്കെ വർത്താനം പറഞ്ഞിട്ട് എങ്ങനെയും അവരെ ഒന്ന് സ്നാനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ദശാംശവും മറ്റേ സാമ്പത്തിക നന്മകളും ഒക്കെ വാങ്ങി സന്തോഷമായിട്ടിരിക്കും. അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അവരെ സ്നാനപ്പെടുത്തിയ വീരൻ എന്ന നിലയ്ക്കായിരിക്കും നമ്മുടെ ഫോട്ടോ പത്രത്തിൽ വരിക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷെ യോഹന്നാൻ സ്നാപകരെ സംബന്ധിച്ച് ഈ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഇവരൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല. കാരണം അതിലും വലിയവനെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്, ദൈവം അയച്ചിട്ട് വന്നവനാണ്. അങ്ങനെയുള്ളവർക്ക് വലിയവനെ കാണുമ്പോൾ മുട്ടടിക്കത്തില്ല, സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കത്തില്ല. എന്നാൽ ഇന്ന് വലിയവനെ കാണുമ്പോൾ മിക്കവരുടെയും മുട്ടടിക്കുകയാണ്. സത്യം പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നില്ല. അതുകൊണ്ട് വലിയവന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുകയാണ്, സത്യം പറയാതിരിക്കുകയാണ്, ദൈവവചനം മൂടിവെക്കുകയാണ്. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, ഈ വലിയവരോടൽപ്പം വിരോധം പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യകാലത്തൊക്കെ ഓർത്തു, എന്താണ് യോഹന്നാൻ ഇവരോട് സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നത്?
മാത്രമല്ല വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര് എന്ന് യോഹന്നാൻ ചോദിക്കുന്നു. ഇതെന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യോഹന്നാൻ പറഞ്ഞത് ശരിക്കും അർത്ഥമുള്ള കാര്യമാണ് എന്ന്. യോഹന്നാനെ വളർന്നത് മരുഭൂമിയിലാണ്. വെട്ടുകിളിയെത്തുന്ന കാട്ടുതേനും കുടിച്ചാണ് ജീവിച്ചിരുന്നത്. യോഹന്നാൻ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ മരുഭൂമി എന്ന് പറഞ്ഞാല് വെറും മണൽക്കാടൊന്നുമല്ല. മഴക്കാലമാവുമ്പോൾ അവിടെ പുല്ലൊക്കെ ഉണ്ടായിരിക്കും, മരങ്ങളിൽ ഇലയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ വേനൽക്കാലമാകുമ്പോൾ ഇലകളെല്ലാം പൊഴിയും, പുല്ലെല്ലാം ഉണങ്ങും. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പുല്ലുകളുടെയും കരിയിലയുടെയും ഒക്കെ കീഴിൽ കയറി പാമ്പുകള്, തേളുകള്, അതുപോലുള്ള ജീവികളൊക്കെ പകൽക്കാലത്ത് തണുപ്പന്വേഷിച്ച് അങ്ങനെ ഇരിക്കും. രാത്രിയാകുമ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങും. പകൽ സമയത്ത് ഇതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് മുഴുവനും തണുപ്പന്വേഷിച്ച് ഇലയുടെയും പുല്ലിന്റെയും ഒക്കെ അടിയിലായിരിക്കും. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി കാട്ടുതീ ഉണ്ടാകും. ഈ കാട്ടുതീ വരുമ്പോൾ ഈ പറയുന്ന പാമ്പുകളും തേളുകളും എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. യോഹന്നാൻ ഈ കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ചിലപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നോക്കുമ്പോ ആണ്ടേ പാമ്പുകളെല്ലാം കൂടെ ഓടുന്നു. എടാ, ഒന്നോ രണ്ടോ പാമ്പല്ല, പാമ്പുകളുടെ ഒരു കൂട്ടം തന്നെ ഓടുന്നു. ഇവരെങ്ങോട്ടാ ഓടുന്നത്? അവിടെ ഒരു നദി കാണാനുണ്ട്. ആ നദിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചെന്ന് നദിയിൽ ചാടുകയാണ്. എന്താ ഈ പാമ്പെല്ലാം കൂടെ പോയി വെള്ളത്തിൽ ചാടുന്നത്? യോഹന്നാൻ നോക്കിയപ്പോ മനസ്സിലായി, അതുങ്ങളുടെ പിന്നാലെ തീ കത്തി വരികയാണ്. കാട്ടുതീ വന്നിരിക്കുന്നു. ആ തീ കത്തിയപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ശരീരത്ത് പൊള്ളലേറ്റതുകൊണ്ട് അവിടുന്ന് ഇതുങ്ങളെല്ലാം കൂടെ ഓടി വെള്ളത്തിൽ പോയി ചാടിയതാണ്. ഇതുങ്ങൾക്ക് വെള്ളത്തിൽ കിടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിട്ടല്ല, വെള്ളത്തിൽ ചാടണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷെ ശരീരം പൊള്ളിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതുങ്ങളെല്ലാം അവിടുന്ന് എഴുന്നേറ്റ് ഓടിയത്. ഇങ്ങനെയുള്ള കാഴ്ച പലവട്ടം കണ്ടിട്ടുള്ള യോഹന്നാന്റെ ഉള്ളില് പരീശന്മാരും സദൂക്യരും ഒക്കെ സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടപ്പോൾ ഈ പാമ്പുകൾ കൊണ്ട് ഓടിപ്പോയി വെള്ളത്തിൽ ചാടിയ കാര്യമാണ് ഓർമ്മ വന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്നേ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഒക്കെയും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്മിശേഷിപ്പിക്കാതെ സകലത്തെയും ദഹിപ്പിച്ചു കളയും. ജനപ്രിയ പ്രസംഗകൻ എന്ന് ഒരാളെ കുറിച്ച് പറയുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, അവൻ ജനങ്ങളുടെ പ്രിയനാണ്, ദൈവത്തിന്റെ പ്രിയനല്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഒരിക്കലും ജനപ്രിയനായിരിക്കുവാൻ സാധ്യമല്ല. ഏറ്റവും നല്ല ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന് വേണമെങ്കിൽ ജനങ്ങൾക്ക് പ്രീതി വരുന്ന രൂപത്തില്, ജനങ്ങൾക്ക് അല്പം പോലും മുറിവേക്കാത്ത രൂപത്തില് പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂക്യരെയും സാമാന്യ ജനങ്ങളെയും എല്ലാം പ്രീതിപ്പെടുത്തിക്കൊണ്ട് നല്ല വാക്കൊക്കെ പ്രസംഗിക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. പക്ഷെ യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. പരീശന്മാരും ശാസ്ത്രിമാരും ഇരിക്കുമ്പോൾ ഒരിക്കൽ യേശു പറഞ്ഞു, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശാസ്ത്രി പറഞ്ഞു, കർത്താവേ, നീ ഇങ്ങനെ പറയുന്നതിനാല് ഞങ്ങളെ അപമാനിക്കുന്നു. സ്വാഭാവികമായിട്ടാണ് നമ്മൾ പറയും, സോറി, ഞാനങ്ങ് പറഞ്ഞു പോയതാ, ഇനി അങ്ങനെ പറയത്തില്ല. പക്ഷെ കർത്താവ് ഉടനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശാസ്ത്രിമാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അല്ലാതെ ശാസ്ത്രിമാരോടുടനെ സോറി പറയുകയല്ല ചെയ്തത്. പരീശന്മാരെയും ശാസ്ത്രിമാരെയും എപ്പോൾ മുന്നിൽ കിട്ടിയാലും സർപ്പസന്തതികളെ, അണലി സന്തതികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കപടഭക്തർക്കെതിരെ ഒരല്പം പോലും ദയ യേശു കാണിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ആ കാലത്തെ ഏറ്റവും വലിയ ഭക്തരായി ജനം കണക്കാക്കിയിരുന്ന പരീശന്മാരെയാണ് ഏറ്റവും അധികം യേശു വിമർശിച്ചത്. ആ കാലത്ത് ഏറ്റവും വലിയ പാപികളായി കണക്കാക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരെയാണ് യേശു ഒരു വാക്കുകൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ സ്വീകരിച്ചത്. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് കപടഭക്തി എന്ന് പറയുന്നത്. ഭക്തി ഇല്ലാത്തവനെ ദൈവം സഹിക്കും, കപടഭക്തരെ ദൈവം സഹിക്കയില്ല. ഈ യോഹന്നാന്റെ പ്രസംഗം തന്നെ നല്ല ഉദാഹരണമായി എടുക്കുക. യോഹന്നാനെ ദൈവം അയച്ചതാണ്. ദൈവാത്മാവിൽ നിറഞ്ഞാണ് അവൻ പ്രവചിച്ചത്, പ്രസംഗിച്ചത്. പക്ഷേ